സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നന്ദിത. കാര്യങ്ങളൊക്കെ പറയും. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ബാലൻ വരുന്നാകുമ്പോൾ നന്ദിത അവിടുന്ന് പോകുന്നുണ്ട്. ബാലനൊന്നും മിണ്ടാണ്ട് അകത്തേക്ക് പോകും. അതിനുശേഷം ഗോമതി പിന്നാലെ ചെല്ലുന്നുണ്ട്. പിന്നീട് ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, ഗോമതി എന്താ അപ്പുറത്തെ വീട്ടുകാരായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട്, അപ്പുറത്തെ വീട്ടുകാരായിട്ട് അടുപ്പൊന്നും പാടില്ല എന്നൊന്നും പറയും. അത് ബാലേട്ട ഒരു വിഷമകാര്യം പറയാൻ വേണ്ടി വന്നതാണ് നന്ദിത എന്ന് പറയും. എന്ത് വിഷമം? ഇത്ര മോളെ ഒരു വള പണയം വയ്ക്കാൻ ചെന്നു. അതെന്തിനു വിഷമിക്കണേ? അതൊക്കെ ഓരോരുത്തർ കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇതല്ലേ ഇതിൻ്റെ അപ്പുറം ഉണ്ടാവും. വെക്കുക മാത്രമല്ല ചിലപ്പോൾ വിൽക്കുകയും ചെയ്യുമെന്ന് പറയും. എന്താ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേന്ന് ഗോമതി ചോദിക്കും. പിന്നെ ഞാൻ എങ്ങനെ പറയണം? വീട്ടുകാരൊക്കെ നിഷേധിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ അവർ തനിച്ച് അവരൊന്ന് ചെയ്യാൻ വലുതായി. അവർക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് വന്ന് അവരുടെ ജീവിതം അങ്ങനെ ആക്കി. പിന്നെ അവരായി അവരെ പാടായി. അത് ആ ഒരു വശം. നിനക്കറിയോ, ഒരുപാട് സന്തോഷത്തോടെ ജോത്സ്യൻ്റെ അടുത്ത് നിന്ന് വന്ന ഞാൻ ഈ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കലങ്ങിപ്പോയത്. ഇനി ഈ അപ്പുറത്തെ വീട്ടുകാരായിട്ട് നീ അടുപ്പായിട്ട് ഞാൻ കണ്ടാൽ ഞാനിവിടെ ഉണ്ടാവില്ല, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ബാലൻ അകത്തേക്ക് പോകും. പിന്നീട് ഗോമതി അവിടെ വിഷമിച്ചിരിക്കും. ആ സമയത്ത് വീണ്ടും ബാലൻ വന്നിട്ട് പറയും, നീ ഇത്ര വളവടയം വയ്ക്കാൻ പോയത് ആലോചിച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. അതൊരു കുടുംബമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതേപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും ജയിച്ച് മുന്നോട്ട് പോകാമെന്നും പറഞ്ഞ് ബാലൻ പോകും. പിന്നീട് ആര്യൻ ആരെയോ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ അനന്തവർമ്മയും നന്ദിതയും വരുന്നുണ്ട്. വണ്ടി തടഞ്ഞു നിർത്തി അവരുടെ ഇറങ്ങി വന്നപ്പോൾ എന്താന്ന് ചോദിക്കും. ഞാനേ മിത്രയുടെ ഭർത്താവ് ആര്യൻ എന്ന് പറയും. അറിയാം എന്ന് പറയും അച്യുതൻ. അനന്തവർമ്മ എന്താന്ന് ചോദിക്കും. നന്ദിതയും കൂടെ ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് പറയും, ഞങ്ങൾ വള പണയം വയ്ക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യും. അത് ഞങ്ങളുടെ കുടുംബജീവിതമാണ്. അതിൽ പുറത്തുനിന്ന് ആരും അന്വേഷിച്ച് വരണ്ടെന്ന് പറയും. അപ്പോൾ പറയാം, ആ 101 പവനിൽ ഇനി വല്ലതും ബാക്കിയുണ്ടോയെന്ന് ആൾ പരിഹാസത്തോടെ ചോദിക്കും. അപ്പം പറയാം, അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആ 101 പവൻ ഞാൻ തിരിച്ച് തന്നിരിക്കും. അതൊരു ഉറപ്പാണ്. അതുവരെയും എൻ്റെ വീട്ടുകാരെ എൻ്റെ അച്ഛൻ്റെ കടയുടെ മുന്നിൽ കോമഡി സ്റ്റോഴ്സിൻ്റെ മുന്നിൽ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റും ചെയ്ത് ദൈവത്തെ ഓർത്ത് ചെയ്യരുതെന്ന് ആര്യം പറയും. അപ്പോൾ നമ്മുടെ നന്ദിത പറയും, മോനെ അത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, ഞാനും ഏട്ടനും അറിഞ്ഞിട്ടില്ല. പോസ്റ്റ് ഒട്ടിച്ച കാര്യം എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചെയ്യുന്നുമില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എൻ്റെ വീട്ടുകാരെയും കടയെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ സ്വർണം ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തന്നിരിക്കുമെന്ന് പറഞ്ഞ് ആനന്ദൻ്റെ കയ്യിൽ ആ പൈസ ബലമായി പിടിച്ചു വെച്ച് കൊടുത്ത് ആര്യൻ പോകും. ആ സമയത്ത് നന്ദിതയോട് ചോദിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ നിനക്ക്? നിൻ്റെ കണ്ണീര് കണ്ടിട്ടുണ്ട് ഞാനത് ചെയ്തത്. ഇപ്പോൾ സന്തോഷമായോ എന്ന് ചോദിച്ച് അയാൾ അവിടുന്ന് തിരിച്ചു പോകും. പിന്നീട് കടയിൽ കാണിക്കുന്നത്, കടയിൽ ബാലൻ ഭയങ്കര അഭിമാനത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നു. കണ്ടില്ലേ, ആനന്ദിൻ്റെ കല്യാണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കാൻ പോണ്. ജ്യോത്സ്യം പറഞ്ഞത് കണ്ടാന്ന്, അത്രയ്ക്കും പൊരുത്തണ്ടെന്ന്. ഇങ്ങനെ വേണം. പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത് രാമേട്ട. ചില ആൾക്കാർ സ്നേഹിച്ച് കല്യാണം കഴിക്കും, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും. ഒരു ആവശ്യത്തിന് അവരും ഉണ്ടാവില്ല, മറ്റവരും ഉണ്ടാവില്ല. അത് ആകാശിനെ ഇനി പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ആകാശ് ഒന്നും മിണ്ടാണ്ട് നിൽക്കും. ബന്ധുബലം വേണം, നാൾ നോക്കണം, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാമേട്ടന് പെട്ടെന്ന് ദേഷ്യം വരും. രാമേട്ടൻ ചോദിക്കും, എൻ്റെ ബാല, നിൻ്റെ വിവാഹത്തിന് നിനക്ക് എത്ര ബന്ധുക്കളുണ്ടായിരുന്നു? അതുപോലെ തന്നെ നീ ജോത്സ്യനെ വിളിച്ച് നിൻ്റെ നാൾ നോക്കിച്ചോ? നിങ്ങളുടെ പൊരുത്തം നോക്കിച്ചോ? മറ്റുള്ളവരെ വിഷമിപ്പിക്കാനുണ്ടോ നിങ്ങൾ കല്യാണം കഴിച്ച് എന്നൊക്കെ ഇങ്ങനെ രാമേട്ടൻ ഓരോന്ന് ചോദിക്കുന്നതിനനുസരിച്ച് ബാലനിങ്ങനെ തല താത്തി. അപ്പോൾ നമ്മുടെ ആകാശിന് വിഷമമുണ്ട്. അപ്പോൾ ആകാശ് പറയും, വേണ്ട രാമേട്ട, അച്ഛനെ വിഷമിപ്പിക്കണ്ട, എനിക്കൊരു വിഷമമൊന്നുമില്ല എന്ന് പറയും. എനിക്കതില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. രാമേട്ടൻ നോക്കിക്കോ, ദേവമംഗലത്തിന് ഉത്സവമായിരിക്കുള്ളൂ, എല്ലാവരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു കല്യാണമായിരിക്കും ആനന്ദിൻ്റെ, എല്ലാവരും കണ്ടോട്ടെ എന്നൊക്കെ പറയും. അതൊരു ആര്യനെയും കൂട്ടിന് പറഞ്ഞത്. എന്തായാലും അതിനെപ്പറ്റി പിന്നെ ഒന്നും പറയില്ല. പിന്നെ കാണിക്കുന്നത് ഗോമതി വാർത്ത വെച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മീനാക്ഷിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്ത് ഓഫീസിൽ കൈക്കൂലി വാങ്ങിയതും ഫയൽ കാണാതായതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചാ വിഷയമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഗോമതി ബാലനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയും. ബാലേട്ട, നമ്മുടെ മീനാക്ഷിക്കെതിരെ ഗവൺമെൻറ് എന്തോ തീരുമാനം എടുക്കാൻ പോണ്, മീനാക്ഷിയുടെ ജോലി പോകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലൻ ആകെ വിഷമിച്ച് നിൽക്കുന്നൊരു ഭാഗമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ആകാശ് രഞ്ജിനി ദാസിനെ തല്ലാൻ വേണ്ടി പോകണ്. ആ സമയത്ത് നമ്മുടെ ധർമ്മമാമൻ ഒരു കണക്കിന് പിടിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ മീനാക്ഷിനെ സഹായിക്കാമെന്ന് വിചാരിച്ച ആൾക്കാർ പോലും നിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് അത് ചെയ്യാണ്ടാവും, അതുകൊണ്ട് അതൊന്നും വേണ്ട, ഇപ്പം അവരെ പാടായി, എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അത് നമുക്ക് തെളിഞ്ഞ് ദൈവം തരുവാടാന്ന് പറഞ്ഞ് ആകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓഫീസിൽ മീനാക്ഷിയുടെ മാഡം ഈ ന്യൂസ് കാണുന്നുണ്ട്. അതിനുശേഷം മീനാക്ഷിനെ വിളിപ്പിക്കും. മീനാക്ഷി എന്ത് ചെയ്യുന്നു വെച്ചപ്പോൾ, ആ സസ്പെൻഡ് ആയിരിക്കുമല്ലേ മാഡം,
സാരില്ല മാഡം, അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നലെ വരെ ഇങ്ങനെ അല്ലല്ലായിരുന്നു മീനാക്ഷി, ഇന്നിപ്പോൾ നീ എന്താ ഇങ്ങനെ ഇത്ര ധൈര്യത്തോടെ? അത് എനിക്ക് എൻ്റെ വീട്ടുകാർ കൂടിയുണ്ട്, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? എനിക്കൊരു വിഷമവും ഇല്ല, അത് വരുന്നിടത്ത് വെച്ച് കാണാം, അതല്ല എൻ്റെ തീരുമാനം എന്ന് പറയും. അങ്ങനെ മീനാക്ഷി വൈകുന്നേരം ആയപ്പോൾ പോകാണ്. ചേച്ചി മാഡം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ, നിൽക്ക് മീനാക്ഷി ഞാനും വരാം. വേണ്ട, ആരോപണ വിധേയനായ ഒരാളെ കൂടെ നടന്നിട്ട് നിങ്ങളും കൂടി നാറണ്ട മാഡം, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി ഒറ്റയ്ക്ക് പോകണ്. മീനാക്ഷി സത്യം പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ മീനാക്ഷിക്ക് വല്ലാത്ത വിഷമമുണ്ട്. മീനാക്ഷി ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കാരണം അച്ഛനും അമ്മയും ആകാശും ആനന്ദേട്ടനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ എൻ്റെ സസ്പെൻഷൻ്റെ കാര്യം. അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, അവരിപ്പോൾ എന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മീനാക്ഷി ഇങ്ങനെ പോകുമായിരിക്കുള്ളൂ. പെട്ടെന്ന് തന്നെ മീനാക്ഷി ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ്. കാരണം മീനാക്ഷിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഇടവഴി തന്നെ ബാലൻ, ഗോമതി, ആനന്ദ്, ആകാശ്, അതുപോലെ തന്നെ ധർമ്മമാമൻ എല്ലാവരും മീനാക്ഷിനെ കാത്തുക്കണം. മീനാക്ഷിക്ക് ഭയങ്കര അത്ഭുതമായി. ഗോമതി ഇങ്ങനെ കൈ നീട്ടി പിടിക്കുമ്പോൾ മീനാക്ഷി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടെ നെഞ്ചത്ത് വീണ് കരയുന്നുണ്ട്. അതിനുശേഷം നിന്നെ ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ തുടങ്ങി നിങ്ങൾ ഓഫീസിൽ വന്ന് കാണണമെന്ന് വിചാരിച്ചതാണ് മോളെ. നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ആരെക്കാളും കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. ആ സമയത്ത് ബാലനും അതാ മീനാക്ഷിയുടെ തോളത്ത് കൈ വയ്ക്കും. എന്നിട്ട് പറയും, മോളെ നീ ഒരു തെറ്റും ചെയ്യാത്തൊരു പെൺകുട്ടിയുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് നീ തെറ്റ് ചെയ്തെന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, ഈ അച്ഛനോ അമ്മയ്ക്കോ അതിൻ്റെ ഏട്ടനോ ഇവിടെ ആർക്കും നീ തെറ്റ് ചെയ്യില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ആണെങ്കിൽ പോകാൻ പറയും മോളെ എന്ന് ബാലനും പറയും. ബാലൻ അങ്ങനെ ആദ്യമായിട്ട് മീനാക്ഷിൻ്റെ തോളത്ത് കൈവച്ച് ശരിക്കും പറഞ്ഞാൽ ബാലനും കുടുംബം നമ്മുടെ മീനാക്ഷിനെ നെഞ്ചോട് ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നു. അത്രയ്ക്കും മീനാക്ഷി പ്രതീക്ഷിച്ചിരുന്നില്ല. മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാവും. മീനാക്ഷി പറയുന്നുണ്ട്, അമ്മേ അച്ഛാ എനിക്കിപ്പോൾ ഒരു വിഷമവും, എൻ്റെ ജോലി പോയാൽ പോലും നിങ്ങൾ ഇത്രയ്ക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സപ്പോർട്ടുള്ളപ്പോൾ പിന്നെ എനിക്ക് എന്താ പ്രശ്നം? തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ തെറ്റ് ചെയ്യേയില്ല. അപ്പോൾ പിന്നെ ഇനി ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും കൂടെ നടന്ന് സന്തോഷത്തോടെ ആകാശ് പറയുന്നുണ്ട് മീനാക്ഷിയോട് കണ്ണൊക്കെ തുടച്ച് ദേവമംഗലത്തേക്ക് വരാൻ പറഞ്ഞ് അവർ ക്ഷണിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഈ മേഡവും അലോകും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലോകിനോട് പറയുന്നുണ്ട്, അലോകെ ഞാൻ ചെയ്തത് ഒരു തെറ്റാണ്, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്, ഓഫീസിൽ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ, കാരണം ഇപ്പം ജോലി പോകാൻ പോണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. നീ എന്നെ കാണാൻ വരരുത്, അച്യുതേട്ടനോടും പറഞ്ഞോളൂ, കാണലും വിളിയും തെളിയും ഒന്നും വേണ്ട, അത് പിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ, ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്, ചേച്ചി ഞങ്ങളുടെ ബന്ധുവല്ലേ, ചേച്ചിക്ക് അറിയാലോ മിത്ര തന്നെ കല്യാണ തലേദിവസമാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്, എല്ലാത്തിനും കൂടി ഉള്ളൊരു പണി എനിക്ക് കൊടുക്കണേന്ന് പറഞ്ഞപ്പോൾ, ശരി എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി എന്തായാലും എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞ് ആ സ്ത്രീ അകത്തേക്ക് കയറിപ്പോകും. അലോക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവമംഗലമാണ്. ദേവമംഗലത്ത് എല്ലാവരും കൂടെ വട്ടം ഇതിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് മീനാക്ഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛാ എനിക്കിപ്പോൾ ഒരു പേടിയില്ല അച്ഛാ, ഞാൻ നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ബാലനെ നോക്കി നിൽക്കുന്ന മീനാക്ഷി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.